നമ്മുടെ വീഡിയോയെ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ വഴുതനങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കാനിരിക്കുന്നത്. അപ്പോൾ വഴുതനങ്ങ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഇതുകൊണ്ട് ഇങ്ങനെയൊന്ന് നമ്മൾ കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തന്നെ കഴിക്കത്തുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റിയാണ് നമ്മുടെ ഈ വഴുതനങ്ങ കറി. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 4-5 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 3-4 വെണ്ടയ്ക്കായും എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കിഴങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെള്ളത്തിലിടാം. അപ്പോൾ വെണ്ടയ്ക്കായും കിഴങ്ങും നമുക്ക് വേറെ വെക്കണം, വഴുതനങ്ങ നമുക്ക് കട്ട് ചെയ്ത് വെള്ളത്തിലിടണം. ഒരല്പം ഉപ്പ് ചേർത്ത് വേണം വെള്ളത്തിലിടാൻ. നമ്മുടെ കറിക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണേ. അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഞാൻ അരച്ചെടുത്തേ, പക്ഷേ ഒരു കാര്യം ഇടാൻ മറന്നുപോയി. ഉണക്കമുളകാണ്, ഇതും കൂടി ഇട്ട് നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണേ. തക്കാളിക്കയും ഉണക്കമുളകും കൂടെ അരച്ചെടുത്തതാണ്. അപ്പോൾ ഈ പേസ്റ്റ് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാമേ. വഴുതനങ്ങ കറിക്ക് ഗ്രേവി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മസാല വഴറ്റിയെടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങ അല്ലെങ്കിൽ കൊപ്ര ആയാലും മതി, ഇതെല്ലാം കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ പാനിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ചെറിയ ചൂടിൽ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുഴുവൻ മല്ലി ആണെങ്കിൽ അതിട്ട് വറുത്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മല്ലിപ്പൊടി ചേർക്കാൻ, മൂപ്പിക്കേണ്ട ആവശ്യമില്ല. എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചേർക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാൻ വഴുതനങ്ങ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ അരി വെക്കാത്ത വഴുതനങ്ങ വേണം നമ്മൾ കറി വെക്കാനെടുക്കാൻ. അപ്പോൾ അരി വെച്ചത് എടുക്കരുത്. ഇതുപോലുള്ള വഴുതനങ്ങ നമുക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാക്കത്തില്ലേ. അപ്പോൾ ഇത് ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരല്പം ഉപ്പ് ചേർത്ത് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ കാരമൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് കഴുകിയെടുക്കാൻ. ഇതുപോലെ ഉപ്പിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വെണ്ടയ്ക്കയും കിഴങ്ങും ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വെണ്ടയ്ക്കയും കിഴങ്ങും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ മാറ്റി വെക്കുവാണ്. തേങ്ങയും ഉള്ളി എല്ലാം കൂടെ വഴറ്റിയത് ഞാൻ ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതുപോലെ 2-3 കാഷ്യൂ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഒന്ന് വെള്ളം ഒഴിക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാവേ. ഇതുപോലെ ചതച്ചടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം. നമ്മുടെ പേസ്റ്റ് എല്ലാം ആയിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങ കറിക്കായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ വെണ്ടയ്ക്കയും പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് പകുതി ഫ്രൈ ആയി വരുന്ന സമയത്ത് പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെണ്ടയ്ക്കയും പൊട്ടറ്റോ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം. എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരല്പം ജീരകം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് വേണം അരിഞ്ഞിട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന
തക്കാളിയുടെ പേസ്റ്റും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പേസ്റ്റും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അല്പാൽപമായിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ചേർക്കുന്നത് ഗരം മസാലയാണ്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതുപോലെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിനോടൊപ്പം തന്നെ കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. വഴുതനങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും ഉള്ളിയും കൂടെ അരച്ച ആ മിക്സും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കണം. തിളപ്പിക്കണ്ട. ഇനി നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മല്ലിയിലയാണ്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, ഇതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലതാണ്. ഏറ്റവും നല്ല കോമ്പിനേഷൻ ചപ്പാത്തിക്കാണ്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ.